Ready for the one and only Kamal Sir to follow Kochi. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഇത് തഗ് ലൈഫ് നമസ്കാരം പറഞ്ഞാൽ മതി. വന്ന് കാണുക, വെറുതെ വാചകം അടിക്കേണ്ട. മണി സാറ് എല്ലാം കാണിച്ചിട്ടുണ്ട്. സോ ഐ എം ഹാപ്പി. ഐ എം ഓൾവേസ് ഹാപ്പി whenever I come to Kerala, especially Cochin. അപ്പോൾ നിങ്ങളിൽ ചിലർ വിദ്യാർത്ഥിക്കും കേരള വരുമ്പോഴെല്ലാം പറയും. ഞാൻ തമിഴ്നാട്ടിലും ഇത് പറയും, ആന്ധ്രയിലും പറയും, അനുപമ ചോപ്ര ഇൻ്റർവ്യൂവിലും പറയും. കാരണം ഇത് ഞാനൊരു ഹീറോ ആയിട്ട് ജനിച്ച ഭൂമി എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അത് ഇവിടെ നിന്നാണ്. സോ ഇത് സ്വന്തം വീട്ടിൽ ഞാൻ തിരിച്ചു വരികയാണെന്നുള്ളതാണ് എൻ്റെ ധാരണ. എപ്പോൾ വന്നാലും ഞാൻ ഒരിക്കൽ പറഞ്ഞു, ഇന്ന് വീണ്ടും അത് പറഞ്ഞു, റിട്ടയർമെൻറ്റ് എന്ന് എന്തെങ്കിലും ആലോചിക്കുന്നുണ്ടോ? അപ്പോൾ ഞാൻ ചത്തുപോയിരുന്നു അർത്ഥം. അതുകൊണ്ട് എനിക്ക് ഒരു സ്പോട്ട് റിലാക്സ് ചെയ്യാൻ വേണമെങ്കിൽ അത് കേരളം തന്നെയാണ്. എനിക്ക് I'm a godless man, but still I like this country. And I'm happy that most of my friends are in the early period of my career. ഇവിടെ നിന്നാണ് എനിക്ക് കിട്ടിയത്. ബ്രദറെ പോലെ ഒരു MG സോമനും സുരാജും. അത് എങ്ങനെയാണ് സാർ നിങ്ങൾ ഓർത്ത് പറഞ്ഞത്? അത് എപ്പോഴും എൻ്റെ ചിന്തയിലുള്ളവരാണ് അവർ. അത് ഇവിടെയാണ് എനിക്കെല്ലാം. I grew up in Kerala and in Mr. Balachandra's shadow. For me, this is one state, that's another state. That is, Mr. Balachandra himself is a state for me. So that's where I learned my craft. So our Nandi Ranikinadu is not for publicity. എല്ലാവർക്കും നമസ്കാരം. വളരെയധികം അഭിമാനത്തോടുകൂടിയും കൃതാർത്ഥതയോടുകൂടിയുമാണ് ഞാനിവിടെ നിന്ന് ഇരിക്കുന്നത്. ഇത്രയും വലിയൊരു ക്യാൻവസിൽ നിർമ്മിക്കപ്പെട്ട ഒരു ബ്രഹ്മാണ്ഡമായ ഒരു സിനിമയുടെ ഭാഗമാകാൻ കഴിയുന്നത് ഏതൊരു ആക്ടറിനും ഒരു ഡ്രീം കം ട്രൂ തന്നെയാണ്. ആ ഡ്രീമിന് ഞാൻ ഇപ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കമൽ സാർ എന്ന് പറഞ്ഞ വ്യക്തി എൻ്റെ ജീവിതത്തിൽ എത്രത്തോളം ഇമ്പാക്റ്റ്ഫുൾ ആണെന്നുള്ളത്, എൻ്റെ എസ്പെഷ്യലി കരിയറിൽ ഒരു വളരെ ചുരുക്കം സിനിമകൾ ചെയ്ത ഒരു സ്റ്റിൽ ന്യൂ കമർ എന്ന് പറയാവുന്ന ഒരു കുട്ടിയെ വിളിച്ച് വിരുമാണ്ടി എന്ന് പറഞ്ഞൊരു അത്ഭുതമായ അന്നലക്ഷ്മി എന്ന് പറയുന്നൊരു ക്യാരക്ടർ തന്ന് എന്നേക്കും എനിക്ക് ചെറിഷ് ചെയ്യാൻ പറ്റുന്നൊരു ക്യാരക്ടർ ആദ്യം തന്നു. അത് കഴിഞ്ഞിട്ട് സിനിമ എന്തൊരു ബ്രേക്ക് എടുക്കാമെന്ന് പറഞ്ഞ് പഠിക്കാനൊക്കെ പോയി സിനിമയിൽ നിന്ന് വളരെ ദൂരത്ത് പോയ ഒരാളെ ഇല്ലല്ല, നീ തിരിച്ച് സിനിമയിൽ തന്നെ വരണം എന്ന് പറഞ്ഞ് തിരിച്ച് വിളിച്ചുകൊണ്ട് വന്ന് സാറിൻ്റെ തന്നെ വിശ്വരൂപം എന്ന് പറഞ്ഞ സിനിമയിൽ ഡബ്ബിങ്ങിന് വിളിച്ച് അതിനുശേഷം എപ്പോൾ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിലും ഡബ്ബിങ്ങിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു തരത്തിൽ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ എപ്പോഴും എനിക്ക് ആ ഒരു ഡോറ് തുറന്നു വെച്ചിരുന്നു സാറ്. അതിനുശേഷം ഇപ്പോൾ ഇതാ തഗ് ലൈഫ്. എല്ലാവർക്കും നമസ്കാരം. എന്നെക്കുറിച്ച് തന്നെ എന്നെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. എന്നാലും തുടക്കത്തിൽ രാജേഷ് പറഞ്ഞു ഞാൻ ഒരുപാട് സ്ട്രഗിള് ഇവിടെ വന്ന ആളാണ്. അത്തരം ഒരുപാട്, അത് സത്യമാണ്. അതിനെല്ലാം ഒരു ഫുൾഫിൽനെസ് കിട്ടുകയല്ലേ, നമുക്കൊരു തൃപ്തി കിട്ടുന്ന മൊമെൻ്റാണിത്. കാരണം എൻ്റെ ജീവിതത്തിൽ ഇത് സ്വപ്നമാണോ സത്യമാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ എന്താ പറയുക, ഭയങ്കര ഭാഗ്യം. മണിസാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു, അതും മണിസാറും കമൽ സാറും വർക്ക് ചെയ്യുന്നു. കമൽ സാറിൻ്റെ ദൂരത്തുനിന്ന് കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ആളാണ്. പൊന്നിയൽ സെൽവൻ്റെ ഒരു ഫംഗ്ഷന് മണിസാർ വിളിച്ചിട്ട് ഞാൻ പോയപ്പോൾ സാറിനെ ഒന്ന് ക്ഷയിക്കാൻ കൊടുക്കാൻ പോലും എനിക്ക് പറ്റിയില്ല. അതിനുശേഷമാണ് ഈ പടത്തിൽ ഞാൻ വരുന്നത്, അഭിനയിക്കുന്നത്. അപ്പോൾ അതിനുശേഷം എനിക്ക് സാറായിട്ട് സംസാരിക്കാൻ പറ്റി, ഭക്ഷണം കഴിക്കാൻ പറ്റി, ഒരുമിച്ചിരിക്കാൻ പറ്റി. അത് എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഫുൾഫിൽനെസ് എന്ന് പറയില്ലേ, തൃപ്തി. എനിക്കൊരു തൃപ്തി തന്നതാണ് ഈ മൊമെൻറ്റ്. ദൈവത്തിന് നന്ദി. താങ്ക് യു. അതുപോലെ ഗോപാലൻ സാർ, താങ്ക് യു സാറ്. നമുക്കൊക്കെ തരുന്ന സപ്പോർട്ട് ഭയങ്കരമാണ്.
അതിനും നന്ദി. കൂടെയുള്ള അശോകായാലും എല്ലാവരും സുഹൃത്തുക്കളാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ അഭിനയിച്ചിട്ടില്ല. പക്ഷേ ഈ സിനിമ തഗ് ലൈഫ് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം രവി കെ ചന്ദ്രൻ, എ.ആർ. റഹ്മാൻ, ശ്രീകർ പ്രസാദ്, മണിരത്നം, എൻ്റെ വള്ളാലോളി കമലഹാസൻ, ഇവർ വരുന്നൊരു സിനിമ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെയൊന്നും പ്രമോട്ട് ചെയ്തില്ലെങ്കിൽ പോലും അത് നമ്മൾ കൊണ്ടാടുമോ? താങ്ക് യു സർ. മനോഹരമായ കൊച്ചിനുക്കും കൊച്ചി ജനങ്ങൾക്കും നമസ്കാരം. I'm so happy to be here. Thug Life is എനിക്കൊരു ഭാഗ്യം മാത്രമല്ല, ഇതൊരു പടലമാണ്. ഐ എം സോ ഫോർച്ചുനേറ്റ് ആൻഡ് ഗ്രേറ്റ്ഫുൾ. അതാണ് എനിക്ക് ടക്കുന്ന് വരുത്. ഗ്രേറ്റ്ഫുൾ. ഏതോ ഒരു നല്ലത് ഞാൻ பண்ணியிருக்கணும் to be a part of this film and to just sit next to Kamal sir. I'm so happy. Gopalakrishnan sir, nice to meet you. And Jojo sir, நம்மளுக்கு காம்பினேஷன் சீன் இல்லை. இன்னொரு படம் மலையாளத்தில் கூப்பிடுங்க, இன்னும் பெட்டரான மலையாளம் கற்றுட்டு வரேன். அண்ட் அபிராமி இஸ் மை ஃபேவரட் அண்ட் we don't have combination scenes either, and I hope to work with you in many films. And I'd like to thank Mani sir. ஃபஸ்ட்டு என்னை ஐடென்டிஃபை பண்ணி இந்த ரோலுக்கு நான் செட் ஆவேன், இவன் நடிப்பான்னு கூப்பிட்ட மணி சாருக்கு நன்றி. அண்ட் அகெயின் கமல் சார் இஸ் மை குரு, இஸ் மை மென்டர். தூரத்துலேருந்து கற்றுக்கிட்டு இருந்தேன், இப்போ பக்கத்தில் அவர் என்ன பண்ணுறாரு எல்லாமே கற்றுக்க ஒரு சான்ஸ் கிடச்சிருக்கு. ஒரு ஏக்கலை இவெண்ட் மாதிரி தான், தூரத்தில் இருந்தேன். இப்போ ஐம் கெட்டிங் அ சான்ஸ் டு ஜஸ்ட் ஒர்க் வித் ஹிம் அண்ட் சிட் நெக்ஸ்ட் டு ஹிம். அண்ட் ரஹ்மான் சார், சிம்பு சார், த்ரிஷா மேம், இங்கே எல்லாத்தோடையும் ஐம் ஜஸ்ட் ஹாப்பி டு பி பார்ட் ஆஃப் த ஃபிலிம். அண்ட் இது ஒரு மொமெண்ட்டாக எடுத்துக்கிறேன். என்னோடய போர் தொழில் இங்கே ரொம்ப நல்லா பண்ணிச்சு. நாங்கள் பெருசாக ப்ரொமோட் பண்ணல, பட் ஜஸ்ட் பை த வேர்ட் ஆஃப் மவுத் இட் டிட் ரியலி வெல். ஸோ அதுக்கு தேங்க்யூ. மலையாளம் ஆடியன்ஸ் வந்து எப்பவுமே ரொம்ப ஏற்றவும் ரிஃபைன்டு ஆடியன்ஸ். ஸோ ஷார்ப்பான ஒரு பர்ஃபார்மன்ஸ்க்கும் ரைட்டிங்க்கும் நிறைய ரெஸ்பெக்ட் தர ஆடியன்ஸ். ஸோ ஐ ஹோப் உங்களுக்கு தக் லைஃபும் புரியும். ஆல் த மாஸ்டர்ஸ் ஹவ் ஒன்று சேர்ந்து தேவ் குக் சம்திங். நானும் உங்களோட சேர்ந்து தான் அதை சாப்பிட்லான்னு இருக்கேன். ஸோ താങ്ക് യു ഫോർ എവറിത്തിങ്. ഐ ലവ് യു. താങ്ക് യു. ആദ്യം തഗ് ലൈഫ് ടീമിന് ഈ കേരളത്തിൽ കൊച്ചിയിലെത്തിയതിന് ആദ്യം അഭിനന്ദനം ഞങ്ങൾ പറയുകയാണ്. ഈ സിനിമ ഇവിടെ എത്തിച്ച ഗോപാലൻ ചേട്ടന് ഒത്തിരി നന്ദി. നിങ്ങളാണ് ഇവിടെ സിനിമകൾ എത്തിക്കുന്നത്. സാർ 37 വർഷങ്ങളായി, 37 വർഷം മണിരത്നം സാറുമായിട്ട് വീണ്ടും ഒന്നിക്കുമ്പോൾ മലയാളികളായ ഞങ്ങൾ താങ്കളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് ഈ കുടുംബത്തിലേക്ക്. ഞങ്ങൾ എന്തൊക്കെ പ്രതീക്ഷിക്കുന്നു സാർ ഈ സിനിമയിൽ നിന്നും? പ്രതീക്ഷിക്കാത്തതെല്ലാം. മാസ്റ്റർ സ്ട്രോക്ക്. പ്രതീക്ഷിക്കാത്തതെല്ലാം. അതെ. എങ്കിലും ഈവൻ വി വെർ സർപ്രൈസ്. ആ സീൻ വായിക്കുമ്പോൾ വിൽ ബി സർപ്രൈസ്. ഞാൻ എഴുതി കൊടുത്ത സീനല്ല മണി ഷൂട്ട് ചെയ്തത്. മണി സാർ ഷൂട്ട് ചെയ്തത് ഈ ട്വിസ്റ്റഡ് ഇറ്റ് അറൗണ്ട്, ഈ ഡിഡ് എംബ്രോയിഡറി ആണ്. എൻ്റെ റൈറ്റിംഗ് തന്നെ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. That's collaboration, and that's what he has done. And there, of course, Rahman is there, and array of talents, various people. Ravi K. Chandran, he's stuck here, and I'm happy he's stuck here because he belongs in international cinema. And that's what I tried to do with him, with Marudanayagam. It didn't happen. Because പിന്നെ അത് നടന്നിരുന്നാൽ we won't have Ravi K. Chandran working in India. അങ്ങനെ ഒരു ടെക്നീഷ്യനാണ്. The sound is mixed by Craig, who did Whiplash and won an Oscar. And it was my pride is, after being part of this film, is that this film was mixed in my brand new studio. So ഇവിടെ സൗണ്ട് കേൾക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. Because I am also responsible.
and even the assistant director, small characters, and the singers in the film. ഞാനും ഒരാളാണ് വായിസൊക്കെ കൊടുത്തിട്ടുണ്ട്. But there are some excellent singers who have sung in this film. And I've written a song, Shivanand has written a song. We have brought in many old and new talents together. And that's Mr. Maniratnam. I've been waiting for it. And they asked me why you're waiting. All I can say is that, why did you wait this long? All I can say is that we are sorry. We really are sorry we missed the opportunity more than you. So I'm here. And any more questions? Sir, Kamal sir, friend. Yeah, okay. ഈ കമൽഹാസന്റെ ബിഗ്ഗസ്റ്റ് ഫാനും ബിഗ്ഗസ്റ്റ് ക്രിട്ടിക്കും കമൽഹാസൻ തന്നെയാണെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ടു സാറ്റിസ്ഫൈ ദ ഫാൻ ഈസ് ഭയങ്കര എളുപ്പമാണോ? ഫാന് സാറ്റിസ്ഫൈ ചെയ്യുന്നത് എളുപ്പമാണ്. ബിക്കോസ് ഈ റെഡി ടു അപ്രീഷിയേറ്റ്. ക്രിട്ടിക് അങ്ങനെയല്ല, ബഹുമാനത്തോടു കൂടി കേൾക്കണം. അത് ഞാൻ ഐ ലെറ്റ് ഗോ ഓഫ് ദ ക്രിട്ടിക് ഫസ്റ്റ്. കമൽഹാസന്റെ ഫാൻ അനുഭവിക്കില്ല. ഫസ്റ്റ് I'll keep him in the set with me. Then എൻ്റെ കൂടെ കമൽഹാസന്റെ ഫാനായിട്ട് നിൽക്കാൻ ഒരുപാട് പേരുണ്ട്. I am the least in that. And so yes, it continues. And I respect the critic more than this fan. This fan and that critic are very important. Sir, വളരെയധികം ഗാന്ധിജിനെ ഫോളോ ചെയ്യുന്ന ആളാണ്. ഹൗസ് ഓഫ് ഖാദർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് തന്നെ ഉണ്ട്. ഗാന്ധിജിയെ വളരെയധികം ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഹൗസ് ഓഫ് ഖാദർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് തന്നെ ഉണ്ട്. ഞങ്ങൾക്ക് ഗാന്ധിജിയെ പറ്റി ഒരിക്കലും അറിയാത്ത കാര്യങ്ങൾ ഹെയറാമിലൂടെ പറഞ്ഞു തന്ന ആളാണ്. ആൻഡ് ഹി സ്റ്റുഡ് ഫോർ നോൺ വയലൻസ്. പക്ഷേ വിക്രം ആയാലും തഗ് ലൈഫ് ആയാലും അതിൻ്റെ സ്റ്റോറിയുടെ ബിഗിനിങ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ക്രക്സ് എന്ന് പറയുന്നത് മണി സാർക്ക് കിട്ടുന്നത് കമൽഹാസൻ സാറിലാണ്. വിക്രമിലെ ക്രക്സ് ലോകേഷിന് കിട്ടുന്നതും കമൽഹാസൻ സാർ വഴിയാണ്. എൻ്റെ രണ്ടിലുള്ളത് വയലൻസ് ആണ്. സോ ആസ് എ ക്രിയേറ്റർ ആ ഒരു ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും എപ്പോഴും. ഗാന്ധിയുടെ ചിന്തയിൽ വയലൻസ് ഇല്ലാതിരുന്നിരിക്കാം, പക്ഷെ ജീവിതത്തിൽ അങ്ങനെ കഴിയാൻ പറ്റില്ല. There will be violence. How you confront it? With what kind of valor? Gandhiji's valor is the highest valor because the height of valor is ahimsa. And he has shown it. So why do you use the valor? Because the world is violent. How do you combat it? Not with another sword. That's what he has taught many people. I'm just the least of them. Martin Luther King, Mandela, they all are fans of Gandhiji. And I'm another 4 generations later I came by. I'm his great grandson. Now I'm yet to become great, but I'm a grandson. വീണ്ടും ഒരിക്കൽ കൂടി താങ്ക് യു പറയാണ്. ഒരുപടി നല്ല സിനിമകളുമായിട്ട് മലയാളത്തിലെ ഓഡിയൻസിനെ ഇങ്ങനെ നേരിട്ട് കാണാൻ വരുന്നതിന് താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ ലാലേട്ടൻ്റെ പിറന്നാളാണിന്ന്. നിങ്ങൾ തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഓറയുണ്ടെന്ന് അറിയാം. ലാലേട്ടന് വേണ്ടിയിട്ട് 2 വാക്കുകൾ പറയും. I just spoke to him. Varudha Mumbu. I didn't know he was my Aliyan. I was very happy to call him Aliya. I thought he was my. So I told him, Aliyane payillo, valare sandosham. So I just spoke to him and I wished him happy birthday. ഇപ്പം തഗ് ലൈഫിന്റെ അനൗൺസ്മെന്റ് ടീസർ ഇറങ്ങിയപ്പോൾ അതിൽ തന്നെ ഒരു മാജിക് ഉണ്ട്. അതായത് ആ റിവേഴ്സ് ഡയലോഗ്, അത് ശരിക്കും ആരുടെ ഐഡിയ ആണ്, അല്ലെങ്കിൽ അതിന്റെ ബിഹൈൻഡിലുള്ള കാര്യങ്ങളൊന്ന് പറയാമോ? അല്ല, ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കുമുള്ള സാധാരണ ഹ്യൂബ്രിസ് ഉള്ള ആർട്ടിസ്റ്റ് പോലെയാണ് ഞാനത്. For us, the true hero for us is cinema itself. So ബാക്കിയെല്ലാം സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് ആണ്, ഇൻക്ലൂഡിങ് the lead role man. Cinema needs good actors. അത്രേ ഉള്ളൂ. You call him hero. Who's a hero? Today we call somebody a hero. Tomorrow we realize he's a villain in any field. So that's what it is. And I hope you remember me for another 100 years without any negative comments.
then it would be a good life. സാർ ഞങ്ങളുടെ ജോജു ചേട്ടനെ അങ്ങോട്ട് എടുത്തിരിക്കുകയാണ്. ഈ സിനിമയിലൂടെ തിരിച്ച് ഞങ്ങൾക്ക് എന്തും വേണം കേരളത്തിലേക്ക്. അതിനോടൊപ്പം സംശയമാണ്, കുറച്ച് സംശയമാണ്. തൃച്ചിയിൽ കൊടുക്കില്ല. ഞങ്ങൾ അങ്ങനെ കുറെ പേരെ അങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ട്. നാഗേഷ് തൃച്ചി കർണാടക പോകാൻ കഴിയില്ല. സരോജാദേവി ഞങ്ങളുടെ ആളാണ്. ഇപ്പോ ജോജുവും അങ്ങനെ ആയിപ്പോ. ദറ്റ് ഇസ് മൈ ഭാവിയിൽ അങ്ങനെ ആവും. ചാണക്യൻ മദനോത്സവം പോലത്തെ സിനിമ ഇനി എപ്പോഴാണ് പ്രതീക്ഷിക്കുന്നത് മലയാളത്തില്? എന്തോ ചാണക്യൻ മദനോത്സവം പോലത്തെ മൂവീസ് ഉണ്ടായിരുന്നല്ലോ മലയാളത്തിൽ ചെയ്ത, അതുപോലത്തെ ഇനി ഇപ്പൊ ഒരു മലയാള സിനിമ എപ്പോഴാണ് പ്രതീക്ഷിക്കുക സാറിന്? അതുപോലെയാണ്. വയസ്സ് എത്രയായി? മദനോത്സവം അത് വേറെ കുറെ ഉത്സവമുണ്ട്. സാർ, ഞാൻ മുമ്പ് കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. സാറ് മരുതനായകൻ എന്ന് പറഞ്ഞ സിനിമ ചെയ്തത് മേൽ ഗിബ്സന്റെ അപ്പോകാലിപ്റ്റ് കണ്ടിട്ടാണ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചെയ്തത് നേക്കഡ് പ്രേ എന്ന് പറഞ്ഞ ഒരു ഹോളിവുഡ് സിനിമേനെ ഇൻസ്പയർ ചെയ്തിട്ടാണ് അദ്ദേഹം അപ്പോകാലിപ്റ്റ് ചെയ്തത്. അപ്പോൾ സാർ തന്നെയായിരുന്നു ആക്ടറും സാർ തന്നെയായിരുന്നു ഡയറക്ടറും. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്, സാർ എങ്ങനെയാണ് ആ കഴുകനെ ട്രെയിൻ ചെയ്തത്? ഞാൻ ചെയ്തല്ല, അതിനാളുണ്ട്. അത് that is what I say, that there are people to do. This is a very democratic art. ഞാൻ ചെയ്തതാണെന്ന് ആർക്കും പറയാൻ കഴിയില്ല. കാരണം if you ask him how is your performance good, ഞാൻ ഇങ്ങനെ ആലോചിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം മണിസാറിന്റെ പേര് പറയാതെ വഴിയില്ല. തഗ് ലൈഫിന്റെ ഇന്റർവ്യൂവിന്റെ സമയത്ത് സാറ് പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു, പണി സിനിമയിലെ ജുനൈസിന്റെയും സാഗറിന്റെയും ആക്ടിങ് കണ്ടിട്ട് സാറ് ജീവിക്കുകയായിരുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. അതൊരു സാറ് തന്നെ പറഞ്ഞിരുന്നു, പണി സിനിമ കണ്ടിട്ട് സിനിമ കണ്ടിട്ട് ജുനൈസിന്റെയും സാഗറിന്റെയും ആക്ടിങ്ങിനെ കുറിച്ചിട്ട് പറഞ്ഞിരുന്നു. അപ്പൊ മലയാള സിനിമയിലെ പുതുമുഖ നടന്മാരെ കുറിച്ചിട്ടും അതുപോലെ ആക്ടേഴ്സിനെ കുറിച്ചിട്ടും ടെക്നീഷ്യന്മാരെ കുറിച്ചിട്ടും സാറിന് എന്താണ് പറയാനുള്ളത്? Let me tell you, don't publicize it too much because people will get jealous. 60% of cinematographers in Indian cinema might be 50, but 60 is my estimation, are Malayalis. And there are more coming. And Kerala is preparing to produce more. I want to be part of that revolution. I want to be there to see it at least. Not use it. This is not a Uber. We are building a highway. So that I will want to see. I'll talk to your government, our government, and I'll ask them, give my ideas. They think it is good. We will meet in a lab that will become international.